ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മൾ പ്രശാന്തേട്ടൻ പണി തീർത്ത ഒരു പുതിയ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി വീടിൻ്റെ കാഴ്ചകൾ കാണാം. സെന്റില് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി തീർത്തിരിക്കുന്നത്. പുണർദം എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്വിങ്ങും ചെറിയ രീതിയിൽ ബോർഡർ ആയിട്ടൊരു ലാൻഡ്സ്കേപ്പിങ്ങും ഒരു കാർ പോർച്ചും ആണ് വരുന്നത്. കാർ പോർച്ച് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് GI പൈപ്പ് കൊണ്ടാണ്. മോളില് സീലിംഗിൽ ചെയ്തിരിക്കുന്നത് ലൂവേഴ്സ് ആണ്. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്വിങ് കൊടുത്തിട്ടുണ്ട്. അതും GI പൈപ്പ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളില് പോളികാർബൺ ഷീറ്റുകൾ കൊടുത്തേക്കാണ്. മഴ പെയ്താലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ ഇതുപോലെ ഒരു ബോർഡർ ആയിട്ട് ചുറ്റും ചെറിയ രീതിയിൽ പേൾ ഗ്രാസും കുറച്ച് ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോൺസായി ഫൈക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയാണെങ്കിൽ ഫ്ലവറിങ് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് കളറിലുള്ള ലൂവർ കൊടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുള്ള ഇഷ്ടികയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഇഷ്ടികയുടെ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഈ ഒരു വാള് ഡബിൾ ഹൈറ്റിൽ തന്നെ കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാളിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെയും നമ്മളൊരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ബോൺസായി ആയിരുന്നു. ഇവിടെ നമ്മൾ വൈറ്റ് ടെർമിനാലിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെത്തികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ കരിങ്കല്ലിന്റെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ബ്ലാക്കും വൈറ്റും ഇടകലർത്തിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ വരുന്നത്. ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇതും ബ്ലാക്കും വൈറ്റും ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സിറ്റിംഗ് ഏരിയ സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്സിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പാം ആണ് ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഹാൻഡിലോട് കൂടിയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ടീക്ക് വുഡിന്റെ ഒരു മെയിൻ ഡോർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറിയാലോ. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം വരുന്നത്. ഈ ഒരു വാള് ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റും ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസിന് റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്.
TV യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് പ്ലസ് മൈക്ക ലാമിനേഷൻ ആണ്. ഇത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ടും ലിവിംഗ് ഹാളിൽ ഇരുന്നിട്ടും TV കാണാൻ പറ്റും. പഴയ വീടുകളിലെ മച്ചിമോള് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ലിവിംഗ് റൂമിലത്തെ സീലിംഗ് വരുന്നത്. അത് ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിൽ വരയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് തുറന്നാൽ നേരെ കാണുന്നത് നമ്മുടെ പൂജാമുറിയാണ്. പൂജാമുറിയുടെ ഡോറുകൾ ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. പൂജാമുറിയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മയിൽപീലിയുടെ ഒരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. 4 സീറ്റർ ആയിട്ടുള്ള ഒരു ടേബിൾ സെറ്റാണ് നമ്മുടെ ഡൈനിങ്ങിൽ വരുന്നത്. ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് മാർബിൾ ഫീൽ വരുന്ന ഒരു ടൈലാണ്. ടേബിളിന്റെ മുകൾ ഭാഗത്തായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുന്നത് ലൂവേഴ്സ് ആണ്, വുഡൻ ഫിനിഷിൽ വരുന്ന ലൂവേഴ്സ്. വാഷ് ഏരിയയിൽ ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനും അതിന് യോജിച്ചൊരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് ആൻഡ് സെൻസർ ആയിട്ടുള്ള ഒരു LED മിറർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാഡിംഗ് സ്റ്റോൺ കൊണ്ടാണ്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ തീമിലാണ്. ഇവിടെ ഒരു ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നമ്മൾ ജിപ്സത്തിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബെഡ് കോട്ട് ആണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന വാളാണെങ്കിലും ഫുൾ ഗ്രീൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്ചർ വർക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു റൈറ്റിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്കിംഗ് സ്പേസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു വാക്കിംഗ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ യൂണിറ്റും വരുന്നുണ്ട്. നമ്മുടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് WPCയിലാണ്. സ്ലൈഡിംഗ് ഡോറുകളാണ് അതിന് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു FRP ഡോറാണ്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടാ.
ഇവിടെയും ഒരു WPCയുടെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന വാർഡ്രോബാ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ലൈഡിംഗ് അല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മിറർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് ചെറിയ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തായിട്ട് നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് തന്നെയാണ്. പൂജാമുറിയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബുദ്ധനെയൊക്കെ വെച്ച് കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു വാള് ഫുള്ള് നമ്മള് വെട്ടുകല്ലിന്റെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബുദ്ധനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മോറോക്കൻ ടൈലുകൾ കൊടുത്തിട്ടാണ് ഫ്ലോറ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. അതിന്റെ 2 സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോസിലെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയയിലും ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ എൻട്രൻസിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് വരുന്നത്. അത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ടും ഇപ്പുറത്ത് നിന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ നമ്മൾ നാനോവൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ താഴെയായിട്ട് കുറച്ച് ലൈറ്റ് ഒക്കെ കൊടുത്ത് ലൂവേഴ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു വാഷിംഗ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 ബർണർ സ്റ്റൗവും ഹോബും ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഫേബറിന്റെ ആണ്. കിച്ചന്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് WPCയിലാണ്. ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് WPCയിൽ തന്നെ ഇവിടെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഫ്ലോർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ വർക്കിംഗ് കിച്ചണിലേക്കാണ്. അതായത് ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഈ ഡോറുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. അതായത് വർക്ക് ഏരിയ സ്പേസ് ഇതാണ്.
ഇവിടെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇവിടെയും അത്യാവശ്യത്തിനുള്ള ഷെൽഫുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഫുള്ള് നമ്മൾ വുഡൻ ഫിനിഷിങ്ങിലെ ടൈല് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഹാൻഡ് റീൽ വന്നിരിക്കുന്നത് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനോഹരായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. ഇവിടെ സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടത്തെ ഗൃഹനാഥനെ ഒരു സ്പോർട്സ് താരാണ്. അപ്പൊ ആൾക്ക് കിട്ടിയ ട്രോഫീസ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെൽഫ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ. മുകളിൽ നമുക്ക് ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഇവിടെ ഒരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഒരു വർക്കിംഗ് ഏരിയ, ഒരു ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയും വാഷ് ഏരിയയും കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. WPCയുടെ തന്നെ സ്ലൈഡിംഗ് ഡോറുകൾ വരുന്ന വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ റൂമിന്റെ ബാത്റൂം വരുന്നത്. അതിന്റെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും പോലെ ഇവിടെയും ബാത്റൂം ഡോർ വരുന്നത് FRPയിലാണ്. നമ്മുടെ അപ്പർ ലിവിങ്ങിൽ നിന്ന് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മളൊരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്, ഒരു ഓപ്പൺ ടെറസ് പോലത്തെ ഒരു ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള ഫുൾ വ്യൂ കിട്ടും. അപ്പർ ലിവിങ്ങിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. ഈ ഒരു
വാളിലും വെട്ടുകല്ലിന്റെ ക്ലാഡിങ്ങും അതിന്റെ ഉള്ളിൽ ഒരു റൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കരിങ്കല്ലിന്റെ ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ വെച്ച് കണ്ടിരുന്നു, അത് തന്നെ കണ്ടിന്യൂവേഷൻ വരുന്നതാണ്. അപ്പൊ നമ്മുടെ പുണർദം വീട്ടിലുള്ള ഫാമിലീനെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് നിതിന്റെ ആണ് ഈ വീട്. ഇപ്പൊ നിതിൻ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തും കേട്ടാ. ഇത് എൻ്റെ ഭാര്യ അശ്വതി, ഇത് അമ്മ സരള, വൈഫിന്റെ അമ്മ നിർമ്മലമ്മ, അച്ഛൻ, എൻ്റെ മോൻ, പിന്നെ ഇതെന്റെ മോൻ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളാ. അപ്പൊ നിതിനെ പറയൂ, പ്രശാന്ത് ഏട്ടൻ എങ്ങനെയാ വീട് ചെയ്ത് തന്നിരിക്കണ? എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ? വിചാരിച്ച പോലെ തന്നെ കിട്ടിയോ? ഒരു ജേണി ആയിരുന്നു കഴിഞ്ഞൊരു വർഷത്തിന് മുകളിലായിട്ട്. അപ്പോൾ കഴിഞ്ഞെനിക്ക് തോന്നുന്നു നവംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്രശാന്ത് എൻ്റെ ഫ്രണ്ടാണ്. അതിന് മുമ്പ് നമുക്കൊരു ക്രിക്കറ്റ് കളിയായിട്ട് പണ്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ പ്രശാന്ത് ആദ്യമായിട്ട് ഞാൻ ഒന്ന് ചെന്ന് ചോദിച്ചു, ഞാൻ പണ്ടത്തെ വീടൊന്നും കൂടി ഒന്ന് റിനോവേറ്റ് ചെയ്താൽ മതിയോ, എന്നാൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഐഡിയ ആണ്, നമുക്ക് ഒരു പുതിയ നോക്കാടാ, ഞാൻ എല്ലാത്തിനും കൂടി ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടുള്ളൊരു ജേണിയാണ്. ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തോളമായി. എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒരു നോ പറയില്ല. അതായത് നിൻ്റെ വീടാണ്, നിൻ്റെ ഇഷ്ടമാണ്, അപ്പോൾ എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കൂടിണ്ടായ വർക്കേഴ്സും നല്ല സപ്പോർട്ടീവാണ്. നമ്മൾ എന്തും രാത്രി വിളിച്ച് പറഞ്ഞാലും പിറ്റേ ദിവസം വന്നിട്ട് അർജൻറ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യും. എല്ലാം കൊണ്ടും നല്ല സന്തോഷമാണ്. അതെ, വിചാരിച്ചേക്കാളും ഒരുപടി മുന്നിൽ നിന്നുണ്ട്. കാരണം നമ്മുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനൊക്കെ വന്നിരിക്കണ ഗസ്റ്റ് ആയാലും സാർമാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എല്ലാം കണ്ടിട്ട് നന്നായി പറഞ്ഞു, നന്നായി പറഞ്ഞു. അപ്പോൾ പ്രശാന്തിൻ്റെ അടുത്ത് പറയാനുള്ളത് നല്ലൊരു താങ്ക്സ്, ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുണർദം വീടിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ വീടുകൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് സ്വസ്തി കൺസ്ട്രക്ഷൻസ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അതിനൊരു പേജും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് അതിൽ ചെക്ക് ചെയ്യാം. ഇല്ല ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പ്രശാന്തയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കും. പ്രശാന്ത് സ്വസ്തി ഹോംസിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഞാനാണ് ഈ വീട് പണിതിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ് ഇവിടെ പണിതിരിക്കുന്നത്. വാസ്തു ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമോടുകൂടി ഫുൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള 2600ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന എൻ്റെ കൂട്ടുകാരനും കൂടിയായ നിതിൻ പീതാംബരൻ എന്ന് പറഞ്ഞ അശ്വതിക്കും നിതിൻ പീതാംബരനും കൂടിയിട്ടുള്ള ഒരു വീടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുണർദം വീടിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രശാന്തന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.